പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി രാംനാരായൺ ഭാഗയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിൽ 8 പ്രതികൾക്കും ജാമ്യം. മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഷാരിഖ് നവാസ് പാലക്കാട്. ഷാരിഖ്, ഈ കേസിൽ ഇനിയും 12ഓളം പ്രതികൾ പിടിയിലാകാനുണ്ട്. അതിനിടയിൽ പിടിയിലായ 8 പേർക്ക് ജാമ്യം. വിവരങ്ങൾ. സുഹേൽ, കേസിൽ ആദ്യം അറസ്റ്റിലായ 8 പ്രതികൾക്കാണ് മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ കേസിൽ ഇനിയും 20, അതായത് ആകെ 20 പ്രതികളെയാണ് കേസ് രണ്ടാമത് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SIT സംഘം പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ഇനിയും 12ഓളം പ്രതികളെ പിടികൂടാനുണ്ട്. ഇതിൽ ഈ 12ഓളം പ്രതികൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് SITക്ക് ലഭിച്ച വിവരം. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അപ്പൊ ഇതിനിടെ മണ്ണാർക്കാട് SC/ST സ്പെഷ്യൽ കോടതി ഇന്ന് ഈ 8 ആദ്യം അറസ്റ്റിലായ 8 പേർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 9 പേരാണ് മൊത്തം അറസ്റ്റിലായിരുന്നത്. അതിൽ 9ാം പ്രതി വിനോദ് കുമാർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. കർശന ഉപാധികളോടെയാണ് 6 ഉപാധികളോടെയാണ് ജാമ്യം ഇന്ന് 8 പ്രതികൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ കാണാനോ സംസാരിക്കാനോ അതുപോലെ തന്നെ ഇവരെ ഭീഷണിപ്പെടുത്താനോ പാടില്ല. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല. എല്ലാ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ 11 മണിക്ക് രാവിലെ 11 മണിക്ക് കൃത്യമായി ഹാജരാകണം എന്നീ ഉൾപ്പെടെയുള്ള 6 ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പോ ഇനിയും പ്രതികളെ പിടികൂടാൻ ഇരിക്കുകയാണ്. ഈ 8 പ്രതികൾക്കും ഇന്ന് മണ്ണാർക്കാട് കോടതി കള്ളനെന്ന് വിളിച്ച ബംഗ്ലാദേശിൽ നിന്ന് ആരോപിച്ച ഒരു പാവത്തിന് ഒരു ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ പിടിയിലായ 8 പേർക്കാണ് ഇപ്പോൾ ജാമ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.